കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതൃവേദി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാതൃദിനം ആചരിച്ചു. വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതൃവേദി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വിവിധ പരിപാടികളോടെ മാതൃദിനം ആചരിച്ചത്. വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ പ്രത്യേക ദിവ്യബലി അർപ്പിച്ച് പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ചു. ദിവ്യബലിക്ക് മുന്നോടിയായി മാതൃവേദി അംഗങ്ങൾ കാഴ്ചയർപ്പണം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മാതൃവേദി യൂണിറ്റ് പ്രസിഡന്റ് ഡിംപിൾ ഷോജി അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാരെന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ മാതൃകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാര് നമുക്ക് എന്ത് സങ്കടങ്ങൾ വന്നാലും എന്ത് സന്തോഷങ്ങൾ വന്നാലും നമ്മുടെ അമ്മമാരെ അപ്പം തന്നെ നമ്മൾ വിളിച്ചറിയിക്കും. എന്തുകൊണ്ടാണ്? നമ്മളെ ശ്രവിക്കാൻ അവര് മുന്നിട്ടുണ്ട്, എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. ഒരു ദിവസമെങ്കിലും നമ്മുടെ അമ്മമാരെ ഓർക്കാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാത്തേ? എന്തുകൊണ്ടാ? ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാരാ. ആ മകൾക്കറിയാം എൻ്റെ അമ്മയോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമെന്ന്. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമ്മമാരോട് നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത്. നമുക്ക് വലിയൊരു ആശ്വാസമാണ് അത് പറയുമ്പോൾ തന്നെ. നമ്മുടെ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് ഓരോ അമ്മയുടെയും മടിത്തിട്ടാണ് നമുക്കറിയാം. വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും അമ്മമാർക്ക് പലപ്പോഴും അമ്മമാരുടെ വില മനസ്സിലായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് മക്കൾക്ക് അമ്മമാരുടെ വില അറിയാം. ഇപ്പം ഈ കൊച്ചു തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതലാണ് വിളിച്ചത്. ഇതുവരെ അമ്മ 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 എല്ലാവരും. സ്നേഹമുള്ള അമ്മമാരെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സമൂഹത്തിലൊരു സ്ഥാനമുണ്ട്, കുടുംബത്തിലൊരു സ്ഥാനമുണ്ട്. പണ്ട് വിദേശത്തൊക്കെ ആയിരുന്നു വേൾഡ് മദേഴ്സ് ഡേ ആഘോഷിച്ചുകൊണ്ടിരുന്നത് മാർച്ച് മാസം 2ാമത്തെ ഞായറാഴ്ച. അതിന് കാരണം വിദേശത്തൊക്കെ അമ്മയായിട്ടൊരു അത്ര ബന്ധമില്ല. പലപ്പോഴും കുഞ്ഞുണ്ടായ ശേഷമാണെങ്കിലും അവർ സെപ്പറേറ്റ് രണ്ടായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ആ ദിവസമാണ് ഇവർ ഓടി കുറേ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് അമ്മയുടെ അടുത്ത് ഓടിയെത്തും. അങ്ങനെയാണ് വേൾഡ് മദേഴ്സ് ഡേ ഒക്കെ വന്നത്. ഇപ്പം കേരളത്തിലും മദേഴ്സ് ഡേ ശരിക്കും ആഘോഷിക്കുക. അതിന് കാരണം മക്കൾ കൂടുതലും വിദേശത്തൊക്കെ ആയിട്ടാണ്, തൊട്ടടുത്തില്ലാത്തതുകൊണ്ടാണ്. വിദേശത്ത് ഫോൺ ചെയ്യും, സംസാരിക്കും, ആ ദിവസം പ്രത്യേകം ഓർക്കുകയൊക്കെ ചെയ്യും. തുടർന്ന് ചടങ്ങിൽ കേക്ക് മുറിച്ച മധുരം പങ്കുവച്ചു. യോഗത്തിൽ സീനിയർ അംഗമായ മേരി പൗലോസിനെയും ദീർഘകാലം മാതൃവേദി ഭാരവാഹിയായിരുന്ന ലൂസി ബെന്നിയെയും ആദരിക്കുകയുണ്ടായി. വിവിധ മത്സരങ്ങൾ നടത്തുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അമ്മമാരുടെ നേതൃത്വത്തിലുള്ള വിവിധ കലാപരിപാടികൾ പ്രോഗ്രാമിന് മിഴിവേകി. ചടങ്ങിൽ സിജി ജോണിച്ചൻ സ്വാഗതവും ബീന സൈൻ നന്ദിയും അർപ്പിച്ചു. ഹെലൻ ടൈറ്റസ്, നീതു സജി, ടൈജി സാബി, ലൂസി ബെന്നി, ജോൺസൺ കറുകപ്പിള്ളിൽ, എഡ്വിൻ ജോൺ എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.